പ്രവാസ ലോകത്തെ വാർത്തകൾ. അബുദാബിയിലെ വാടക നിയമത്തിൽ മാറ്റം വരുന്നു. വാടക തുക മാസത്തവണകളായി അടക്കാനുള്ള പുതിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമാണ് നടപ്പിലാക്കുന്നത്. വാടക വർഷത്തിൽ ഒറ്റത്തവണയായോ ചെക്കുകളായോ നൽകുന്ന പരമ്പരാഗത രീതിക്ക് പകരം മാസത്തവണകളായി അടയ്ക്കാനുള്ള പുതിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം അബുദാബിയിൽ നടപ്പിലാക്കുന്നു. അഡ്വാൻസ്ഡ് റിയൽ എസ്റ്റേറ്റ് സർവീസസ്, UAE ആസ്ഥാനമായുള്ള പ്രോപ്ടെക് കമ്പനി, കീപ്പർ എന്നിവയുമായി സഹകരിച്ചാണ് ഈ പുതിയ സംവിധാനം അവതരിപ്പിക്കുന്നത്. അബുദാബിയിലെ പ്രമുഖരായ 3 പ്രോപ്പർട്ടി മാനേജ്മെന്റ് കമ്പനികളുമായി ചേർന്ന് പദ്ധതിയുടെ പരീക്ഷണാടിസ്ഥാനത്തുള്ള പ്രവർത്തനങ്ങൾ ഇതിനകം ആരംഭിച്ചു. 2026 അവസാന പാദത്തോടെ കൂടുതൽ ഉടമകളും വാടകക്കാരും പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. റെന്റ് നൗ പേ ഇൻ മന്ത്ലി എന്ന പേരിലുള്ള ഈ സേവനത്തിലൂടെ വാടകക്കാർക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ വഴി മാസം തോറും വാടക അടയ്ക്കാം. അതേസമയം കെട്ടിട ഉടമകൾക്ക് കരാർ പ്രകാരമുള്ള തുക കൃത്യമായി ലഭിക്കുകയും ചെയ്യും. ഇതൊരു വായ്പാ സംവിധാനമില്ലാത്തതിനാൽ UAE സെൻട്രൽ ബാങ്കിന്റെ കടബാധ്യത നിരക്ക് പരിധിയിൽ വരില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. എന്നാൽ വാർഷിക വാടക തുകയുടെ 4.75% മുതൽ 12% വരെ സർവീസ് ചാർജായി ഈടാക്കും. ഒറിജിനൽ പേയ്മെന്റ് വ്യവസ്ഥകളും വാടകക്കാരുടെ യോഗ്യതയും അടിസ്ഥാനമാക്കിയായിരിക്കും ഈ നിരക്ക് നിശ്ചയിക്കുക. അബുദാബിയിൽ കഴിയുന്ന ഇന്ത്യക്കാർക്കടക്കമുള്ള പ്രവാസികൾക്കിത് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ബിസിനസ് ഉടമകൾ വാണിജ്യപരമായ ഇടപാടുകൾക്കായി പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കരുതെന്ന് ഒമാൻ ടാക്സ് അതോറിറ്റി. നിയമലംഘനത്തിന് കനത്ത പിഴ ഈടാക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടുകൾ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കരുതെന്ന് ഒമാൻ ടാക്സ് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ഇത്തരം അക്കൗണ്ടുകൾ വഴി നടത്തുന്ന ബിസിനസ് ഇടപാടുകളിൽ നിന്നുള്ള വരുമാനം നികുതി റിട്ടേണുകളിൽ കൃത്യമായി വെളിപ്പെടുത്തണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ബിസിനസ് ആവശ്യങ്ങൾക്കായി പേഴ്സണൽ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത് വഴി നികുതി ബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നും നിയമപ്രകാരം ബിസിനസ് പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാക്കുന്ന എല്ലാ വരുമാനങ്ങളും കൃത്യമായി വെളിപ്പെടുത്താനും കൃത്യമായ നികുതി റിട്ടേൺ സമർപ്പിക്കാനും നികുതിദായകർ ബാധ്യസ്ഥരാണെന്നും അതോറിറ്റി വ്യക്തമാക്കി. സാമ്പത്തിക രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നതിനും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും നികുതി റിട്ടേണുകൾ തയ്യാറാക്കുന്നത് എളുപ്പമാക്കുന്നതിനും വ്യക്തിഗത ഇടപാടുകൾക്കും വാണിജ്യ ഇടപാടുകൾക്കുമായി വെവ്വേറെ ബാങ്ക് അക്കൗണ്ടുകൾ സൂക്ഷിക്കാൻ അതോറിറ്റി ആവശ്യപ്പെട്ടു. വ്യക്തിഗത ഇടപാടുകളും ബിസിനസ് ഇടപാടുകളും വെവ്വേറെ സൂക്ഷിക്കാതിരുന്നാൽ ബിസിനസ്സിലെ യഥാർത്ഥ വരുമാനവും ചെലവുകളും കൃത്യമായി കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാകും. നിയമം ലംഘിക്കുന്നവർക്ക് നിലവിലുള്ള നികുതി നിയമപ്രകാരം അധിക നികുതി ബാധ്യതകളും കടുത്ത പിഴകളും മറ്റ് നിയമ നടപടികളും നേരിടേണ്ടി വരുമെന്ന് ടാക്സ് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.